ആനന്ദ് കെ തമ്പി ഇന്നലെ ശിവസേനയിൽ അംഗത്വം സ്വീകരിച്ചിരുന്നു. ഭീഷണി മറികടക്കാൻ ശിവസേനയിൽ ചേരാൻ ആനന്ദ് കെ തമ്പി തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. അതായത് ശിവസേന അംഗത്വം സ്വീകരിച്ചതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ മാതൃഭൂമി ന്യൂസ് സ്ക്രീനിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP-യിൽ ഉണ്ടായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്ന് സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. പിന്നാലെയാണ് ഈ ശിവസേനയിൽ അംഗത്വം സ്വീകരിക്കുകയും ആനന്ദ് ചെയ്തത്. പിന്നാലെ ഇന്നിപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി, എന്താണ് പിന്നീട് ഒരു ദിവസം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് സംഭവിച്ചതെന്നാണ് നമുക്ക് അറിയേണ്ടത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രശാന്ത്, അതായത് അദ്ദേഹം BJP-യിൽ നിന്നും സ്വതന്ത്രരായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു, പിന്നീട് ശിവസേനയിൽ അംഗത്വം സ്വീകരിക്കുന്നു. അപ്പോൾ ആ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ ആത്മഹത്യ സംഭവിക്കുന്നത്. അതിനിടയിലും മറ്റെന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടാകണമല്ലോ സ്വാഭാവികമായിട്ടും. അക്ഷയ, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം ആനന്ദ് കെ തമ്പി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സംസ്ഥാന സെക്രട്ടറി അജി പെരിങ്ങമലയിൽ നിന്ന് ശിവസേനയുടെ അംഗത്വം സ്വീകരിക്കുന്നതാണ്. അതായത് ഈ ആനന്ദിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നു. അതിനുശേഷം ആനന്ദ് BJP സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ BJP-യുടെയും RSS-ന്റെയും നേതാക്കളിൽ നിന്ന് വലിയ സമ്മർദ്ദം, താങ്ങാവുന്നതിനപ്പുറത്തേക്കുള്ളൊരു സമ്മർദ്ദം തനിക്കുണ്ടായി എന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ ഈ ആനന്ദ് വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പിൻബലമില്ലാതെ നിൽക്കാൻ കഴിയില്ല. RSS പ്രവർത്തകനാണ്. വളരെ ചെറുപ്പകാലം മുതൽ RSS-ൽ സജീവ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ശിവസേനയുടെ ഭാഗമാകാൻ തീരുമാനിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തിരുമലയിലുള്ള ആനന്ദിന്റെ ഹോട്ടലിൽ വെച്ച് ഈ ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറി അജി പെരിങ്ങമല സ്വീകരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുശേഷം തീരുമാനിച്ചത് ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി ആനന്ദ് അവിടെ മത്സരിക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാനും തിങ്കളാഴ്ച വാർഡ് കൺവെൻഷൻ വിളിക്കാനുമുള്ള തീരുമാനമെല്ലാം എത്തി. ഈ ഘട്ടത്തിലും, അതായത് ഈ ചടങ്ങ് നടക്കുന്ന അവസരത്തിൽ അജി പെരിങ്ങമലയോട് താൻ നേരിടുന്ന സമ്മർദ്ദത്തെക്കുറിച്ച്, തനിക്ക് വലിയ തോതിലുള്ള സമ്മർദ്ദം RSS-ന്റെയും BJP-യുടെയും ഭാഗത്തു നിന്നുണ്ട്, ഭീഷണി ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചുവെന്നാണ് അജി വ്യക്തമാക്കുന്നത്. അജിയെ ഫോണിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് ഈ കാര്യങ്ങൾ തിരക്കാവുന്നതാണ്. ഏതായാലും ഒരു നാടകീയമായ സംഭവങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. അതായത് ഏറ്റവും ഗുരുതരമായ ആരോപണം ഈ ആനന്ദ് ഉന്നയിച്ചത് നിലവിൽ BJP സംസ്ഥാന നേതൃത്വം അംഗീകരിച്ച